എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് തിരുപ്പതി അമ്പലത്തിലെ അന്നദാനത്തിന് കിട്ടുന്നൊരു ചമ്മന്തിയുണ്ട്, അതാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ മാസം അമ്പലത്തിൽ പോകാനും അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. നല്ല ടേസ്റ്റുള്ള ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അമ്പലത്തിൽ കിട്ടുന്ന ആ സാധനം എവിടെ നിന്നുണ്ടാക്കിയാലും കിട്ടില്ല അല്ലേ? അത് അവിടുന്ന് തന്നെ ഉണ്ടാക്കണം. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹത്തിനൊന്ന് ചെയ്തു നോക്കാമല്ലോ. അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നല്ലോണം മൂത്ത് വരണം. ചൂടായ എണ്ണയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 5 വറ്റൽമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ അളവിൽ പുളി ഇട്ട് കൊടുക്കാം. കുറേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ പുളി ചേർക്കണം. ഇപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായവും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫ് ആക്കാം. ഇത് നല്ലോണം ആറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതിയേ. അങ്ങനെ ചമ്മന്തി അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. ചോറിന് ഇതുമാത്രം മതി. ഏകദേശം അതേ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ ദോശക്കും ഇഡ്ലിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല രുചിയുള്ള ഈ ചമ്മന്തി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.